ഇന്നത്തെ ഇഫ്താർ സ്പെഷ്യൽ ഈസി കബാബാണ്. അപ്പോൾ അസ്സലാമു അലൈക്കും. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ ഞാൻ വേവിച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. വേവിച്ചിട്ട് ബ്രസ്റ്റ് പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് മുളക് പൊടി, അത് കാശ്മീരി ചില്ലിയാണ്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂണ്, അതേപോലെ കുരുമുളക് പൊടി 1/4 ടീസ്പൂണ്, 1/4 ടീസ്പൂണ് ഗരം മസാലപ്പൊടി. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സിയിലിട്ടിട്ട് ക്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ക്രഷ് ചെയ്തിട്ട് കൊടുക്കാനേ പാടുള്ളൂ. അപ്പോൾ 2 ടേബിൾ അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് ഇഞ്ചി, 1 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ക്രഷ് ചെയ്തതിന് ശേഷം വീണ്ടും കുറച്ച് സവാളയും, ഒരു മീഡിയം സൈസിലുള്ള സവാളയും മല്ലിച്ചപ്പും ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതേപോലെ നിങ്ങളൊന്ന് കബാബ് ഉണ്ടാക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ലൊരു ടേസ്റ്റി ആയിരുന്നു കേട്ടോ. കൂടുതൽ വെളിച്ചെണ്ണ ഒന്നും വേണ്ട. അപ്പോൾ ഇതേപോലെ കയ്യിൽ ഒരിത്തിരി വെളിച്ചെണ്ണ തടവിയിട്ട് പരത്തി കൊടുത്തതിന് ശേഷം തിരിച്ചും മറിച്ചിട്ടിട്ട് വേവിച്ച് കൊടുക്കുക. ചിക്കൻ നമ്മൾ വേവിച്ചിട്ട് കൊടുക്കണം കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് കൂടുതൽ തന്നെ ചട്ടിയിലിട്ടിട്ട് മൊരിപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒന്ന് തിളച്ചതിന് ഉപ്പിട്ടിട്ട് കുരുമുളക് പൊടി ഇട്ടിട്ട് തിളപ്പിച്ചതിന് ശേഷം വേവിച്ചെടുക്കുക. അതിന് ശേഷം 2 ടേബിൾ സ്പൂണ് മുളക് പൊടി, അത് കാശ്മീരി ചില്ലി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, അതേപോലെ ലെമൺ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ലെമൺ ഒഴിച്ചു കൊടുക്കണം. ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി. അതൊക്കെ നിങ്ങൾ എത്ര ചേരുവകൾ എത്രയാണ് നിങ്ങൾക്ക് ഉണ്ടാക്കേണ്ടത്. ഇതിപ്പോൾ അത്യാവശ്യത്തിന് ഉണ്ട് കേട്ടോ. കുറച്ച് കൂടുതൽ തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എത്ര എടുക്കണമെന്ന് വെച്ചെങ്കിൽ അതിനനുസരിച്ച് ഇറച്ചും സാധനങ്ങളൊക്കെ കൂട്ടി കൊടുക്കുക. ഇത് ഞാനൊരു അത്യാവശ്യം വലിപ്പമുള്ളൊരു ബ്രസ്റ്റ് പീസ് തന്നെ എടുത്തിട്ടുള്ളത്. അതിലേക്കാണ് ഇത്. പിന്നെ ഇതേപോലെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് എന്നിട്ട് ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ പിന്നെ മയോണീസോ കൂട്ടിയിട്ട് നമുക്ക് കഴിക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ മൊരിഞ്ഞ് കിട്ടും ചെയ്യും. ഇത്ര വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുള്ള ഇനിയും പൊരിച്ചെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയറും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.